കണ്ടു നോക്കി. അവസാനം മാരക ട്വിസ്റ്റാണ്. എൻ്റെ തലയിൽ ഈ ഹെൽമെറ്റും തമ്മിൽ 1.5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. തല ചെറുതായത് ഇപ്പോൾ ഹെൽമെറ്റിന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് ആശ്രയിച്ച് ഇങ്ങനെ പോകുമ്പോൾ മഴ പറ്റാത്ത മഴ എവിടെ കയറി നിൽക്കുന്നു ഇങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേ കുറെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് നിൽക്കുന്നു. എന്നറിയാൻ വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഞാനും കയറി ചെന്നു. കുറെ വെട്ടം കണ്ടപ്പോൾ ഞാൻ വെച്ച് വല്ല പള്ളിപ്പെരുന്നാളും ആയിരിക്കുന്നു. പക്ഷെ എല്ലാം കഴിച്ച് കല്യാണമായിരുന്നു. അകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും കയറാൻ പറ്റാത്ത തിരക്ക്. അപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടറായിട്ടാണ് ബോസ്റ്റർ ചിക്കൻ ഒക്കെ കൊടുത്തിരിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് സോസ് കൂട്ടി അത് തൊലിയൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ 2 ചെരുപ്പെടുത്ത് കാൽമെങ്കിലും ഉണ്ടായിരുന്നു. കാരണം എന്റെ ബന്ധക്കാരോ സ്വന്തക്കാരല്ലോ, അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോ നല്ലൊരു സുന്ദരി ചേച്ചിയായിരുന്നു ഗൈസ്. വളരെ നല്ല ആൾക്കാരാണ്. അങ്ങനെ ഇപ്പൊ ഈ വീഡിയോ ആ പരിപാടിക്ക് വന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള അവസ്ഥകൾ ആലോചിച്ച് 2-3 വട്ടം കഴിയിട്ടാണ് നെയ്യ് പോയത്. അങ്ങനെ ഡെസേർട്ട് ആയിട്ട് വലിയ കേക്കോ ഐസ്ക്രീമോ ഉണ്ടെന്ന് നോക്കാൻ ചെന്നപ്പോ ദാണ്ട്ര വെറ്റെല്ലാം മുറുക്കിയുമാർ എന്തൊക്കെയോ കാണിക്കും. ഇത് സ്വീറ്റാ ചേച്ചി കഴിച്ചോന്ന് പറഞ്ഞ തീയൊക്കെ കൊളുത്തി വായിക്കാത്തോട്ട് വെച്ചെന്ന് തല ഇറങ്ങി വീണാ അറിയാൻ. കൊച്ചിന് കെട്ടിയവൻ പട്ടിണി കിടക്കൂല, എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാം. വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടും ആ വീഡിയോ എടുത്തിടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. പക്ഷെ ഇതിനൊന്നും ആരും കുറ്റം നമ്മളെ കേരളത്തിൽ ആരും കുറ്റം പറയണ്ട. കാരണം നമ്മളൊക്കെ ഒരുപാട് പേർക്ക് ഭക്ഷണം കിട്ടില്ല. എന്തായാലും വീഡിയോ ഒരു കണ്ടന്റ് ആയിട്ട് ഒരു തമാശയായിട്ട് മാത്രം എടുക്കുക. ഇതൊരു സീരിയസ് ആയിട്ട് ആരും എടുത്തിട്ട് ആ കുട്ടിയെ മോശം പറയരുത്. ഞാൻ ആ കുട്ടിൻ്റെ ID മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും പോയി വീഡിയോ കാണാൻ ലൈക്ക് അടിക്കുക. ഓക്കെ.